ഞാനിപ്പോ പ്രഗ്നൻസി സജസ്റ്റ് ചെയ്യുന്നില്ല. എത്രയും പെട്ടെന്ന് അബോർഷൻ നടത്താൻ ഡോക്ടർ. മോളെ, യോ മോളിത് ഇവിടെ വന്ന് നിൽക്കുമായിരുന്നോ? ദത്ത സാർ എവിടെ? ദേ അവിടെ ആഹാരം വിളപ്പിച്ചിട്ട് മുത്തശ്ശി തിരക്ക് കൂട്ടുന്നു. ദത്തേട്ടൻ കുളിക്കുക. എല്ലാവരോടും കഴിച്ചോളാൻ പറ, ഞങ്ങൾ വന്നോളാം. അതെ, മോള് തന്നെ വന്ന് അമ്മയോട് അങ്ങ് പറഞ്ഞാ മതി. അയ്യോ ഞാൻ ചെന്ന് പറഞ്ഞ എന്റെ തല ചാടിപ്പറിക്കും. മോളിങ്ങോട്ട് വന്നേ. വയ്യ ചേച്ചി, ചേച്ചി പറഞ്ഞാ മതി. എനിക്കിപ്പോ ആഹാരം വേണ്ട, തലവേദനയായിട്ടിരിക്കുകയാണെന്ന് പറ. അയ്യോ തലവേദനയോ? എവിടെ നോക്കട്ടെ. പനിക്കുന്നുണ്ടോ? ചൂടൊന്നുമില്ലല്ലോ. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. അത്താഴം കഴിച്ചില്ലെങ്കിൽ അരത്തൂക്കം കുറയുമെന്നാ പണ്ടുള്ളവര് പറയുന്നത്. ഇതൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്കൊരു സ്റ്റൈലല്ലേ. രാവിലത്തെ കാപ്പിയും പലഹാരം ഒഴിവാക്കുക, അത്താഴം കഴിക്കാതിരിക്കുക, എന്നിട്ടെന്താ രോഗം ഒഴിഞ്ഞ നേരമില്ലല്ലോ. അതൊക്കെ പഴയ തലമുറയെ കണ്ടുപഠിക്കണം. 4 നേരം മൃഷ്ടാന്നം, ചോറ്, കഞ്ഞി, കാച്ചിൽ പുഴുങ്ങിയത്, ചീനി, ചക്ക എന്ന് വേണ്ട കഴിക്കാത്തതായിട്ട് ഒന്നുമില്ല. ആർക്കും ഒരു മൂക്കിപ്പനി വന്നതായിട്ട് പോലും അറിയില്ല. എല്ലാം ഈ മനുഷ്യരുടെ ജീവിത ശൈലിയും ഭക്ഷണക്കേടും കൊണ്ടുണ്ടാവുന്നതാ. ഒരു ജിമ്മിലും പോവണ്ട, കാലത്ത് പറമ്പിലിറങ്ങി ദേഹം അനങ്ങി 4 തടം വെട്ടി പച്ചക്കറി നട്ടു നോക്കിയേ, അസുഖമൊക്കെ ഓടി ഒളിക്കും, ആരോഗ്യമൊക്കെ താനേ വരും. ഡേ അവരെന്തേ ദത്തനും ആമി? ദത്ത സാറ് കുളിക്കുക. ആമിമോക്ക് ഇപ്പൊ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. ആഹാ, നീ ഇങ്ങോട്ട് വിളമ്പി കൊടുത്തേ. അവളെപ്പ കഴിക്കും?